എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 26ാമത്തെ സർഗത്തില് 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് താടക ശ്രീരാമന്റെ ഞാണൊലി കേട്ട് ക്രുദ്ധയായി ആക്രമിക്കാനുള്ള പുറപ്പാടായി എന്നാണ്. നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. തം ശബ്ദമഭിനിധ്യായ രാക്ഷസീ ക്രോധമൂർച്ഛിത ശ്രുത്വാ ചാഭ്യദ്രവത് ക്രുദ്ധ യത്ര ശബ്ദോ വിനിസൃത. ആദ്യം മോഹാലസ്യപ്പെട്ടു, മോഹിതയായി എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഈ ശബ്ദം എവിടെ നിന്നാണ് എന്ന് താടക ആലോചിക്കുകയാണ്. തം ശബ്ദം അഭിനിധ്യായ, ഈ ഞാണൊലി ശബ്ദം കേട്ടപ്പോൾ അത് ശ്രദ്ധിക്കുന്നവളായിട്ടുള്ള രാക്ഷസി, ക്രോധമൂർച്ഛിത രാക്ഷസി, ക്രോധം കൊണ്ട് സമനില തെറ്റിയവൾ. മൂർച്ഛിത എന്നുള്ളത് കൊണ്ട് മോഹാലസ്യപ്പെട്ട് നിലത്ത് കിടക്കുക എന്ന് മാത്രമല്ല അർത്ഥം. താൻ എന്താ ചെയ്യണത്, തനിക്കിനി എന്തൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നല്ലതാണോ ചീത്തയാണോ, താൻ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളതൊന്നും ഓർക്കാത്തവൾ. അതാണ് ക്രോധമൂർച്ഛിത. അതെല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. ക്രോധം വരുമ്പോൾ ഒരു സമനില തെറ്റുന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് രാക്ഷസികൾക്കൊക്കെ യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള രാക്ഷസി താടക എന്താ ചെയ്തത്? ശ്രുത്വാച അഭ്യദ്രവത് ക്രുദ്ധ യത്ര ശബ്ദോ വിനിസൃത. യത്ര ശബ്ദ വിനിസൃത, എവിടെ നിന്നാണ് ശബ്ദം കേട്ടത്? തത്ര, അവിടേക്ക്. ക്രുദ്ധ അഭ്യദ്രവത്, ഏതൊരു ദിക്കിൽ നിന്നാണോ ശബ്ദം കേട്ടത്, ആ ശബ്ദം കേട്ടപ്പോൾ എവിടെ നിന്നാണോ ശബ്ദം കേട്ടത് ആ പ്രദേശത്തേക്ക് ഓടിയടുത്തു. അഭ്യദ്രവത് എന്ന് പറഞ്ഞാൽ ഓടി വരിക എന്നാണ് അർത്ഥം. എങ്ങനെയാണ്? ക്രുദ്ധ, ആകപ്പാടെ ദേഷ്യം വന്ന് ആക്രമണോത്സുകയായിട്ടാണ് വരണത്. പലതവണ വാൽമീകി മഹർഷി ക്രുദ്ധ എന്നും അതുപോലെ തന്നെ ക്രോധമൂർച്ഛിത എന്നും സുസംക്രുദ്ധ എന്നൊക്കെ പലതവണ, ശബ്ദേന മോഹിത എന്നൊക്കെ പലതവണ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം താടക തന്റെ വളരെ കുറച്ചേ ഉള്ളൂ വിവേകവും അതുപോലെ തന്നെ മറ്റുള്ളവരെ പരിഗണനയൊക്കെ, അതൊക്കെ തൽക്കാലത്തേക്ക് ഒട്ടുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റിവെച്ചു. ദേഷ്യം മാത്രമായിട്ടുള്ള അതീവ ശക്തയും ആക്രമണകാരിയുമായിട്ടുള്ള ഒരു രാക്ഷസി മാത്രമായി തീർന്നുകൊണ്ട് ഓടി വരികയാണ് ചെയ്തത്. താം ദൃഷ്ട്വാ രാഘവ ക്രുദ്ധാം വികൃതാം വികൃതാനനാം പ്രമാണേന അതിവൃദ്ധാം ച ലക്ഷ്മണം സോഭ്യഭാഷത. രാമന്റെ ഞാണൊലി കേട്ട പ്രദേശത്തേക്കാണല്ലോ താടക ഓടി വന്നത്. താടകയെ ശ്രീരാമൻ ലക്ഷ്മണന് കാണിച്ചു കൊടുക്കുകയാണ്. താം ദൃഷ്ട്വ, ഓടി വരുന്നവളായിട്ടുള്ള താടകയെ കണ്ടിട്ട്. എങ്ങനെയുള്ളവളാണ് താം? ആ താടകയുടെ അവസ്ഥ എങ്ങനെയാണ്? ക്രുദ്ധ വികൃത വികൃതാനന പ്രമാണേന അതിവൃദ്ധാം ച. ഇതൊക്കെ താടകയുടെ വിശേഷണങ്ങളാണ്. ക്രുദ്ധ, ദേഷ്യപ്പെട്ടവളാണ്. വികൃതമായിട്ടുള്ള ശരീരപ്രകൃതമാണ്, അതായത് വേഷങ്ങളൊന്നുമില്ല, തലമുടിയൊന്നും ഒതുക്കി വെച്ചിട്ടില്ല, കയ്യും കാലും നഖവും മുഖം ഒക്കെ വികൃതമാണ്. അതാണ് വികൃതാനന. അങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വഭാവത്തോടും രൂപത്തോടും ഒക്കെ കൂടിയവളായ, മാത്രമല്ല പ്രമാണേന അതിവൃദ്ധ ച, പ്രമാണം കൊണ്ട്, വലിപ്പം കൊണ്ട് ഏറ്റവും പേടിപ്പെടുത്തുന്ന ആകാരമുള്ളവൾ. വൃദ്ധ എന്നുള്ളത് കൊണ്ട് വർദ്ധിച്ചത് എന്നർത്ഥം. പ്രമാണം അതായത് വലിപ്പം നല്ലോണുണ്ട്, അതായത് കയ്യ്, കാല്, തല, തലമുടി എല്ലാം ഭയങ്കര വലിപ്പാണ്. തങ്ങളെക്കാളും ഒക്കെ 10 മടങ്ങ് വലിപ്പമുണ്ട്. അത്രയ്ക്ക് വലിപ്പമുള്ളവളായിട്ടുള്ള ആ താടക രാക്ഷസി ഓടി അടുത്തേക്ക് വരുമ്പോൾ ലക്ഷ്മണന് കാണിച്ചു കൊടുത്തുകൊണ്ട്, ലക്ഷ്മണനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ശ്രീരാമൻ സഹ അഭ്യഭാഷത, ഇപ്രകാരം ലക്ഷ്മണനോട് പറയാണ്. എന്താ പറയണത്? 10ാമത്തെ ശ്ലോകം നോക്കാം. പശ്യ ലക്ഷ്മണ യക്ഷിണ്യാ ഭൈരവം ദാരുണം വപു ഭിദ്യേരൻ ദർശനാദസ്യ ഭീരൂണാം ഹൃദയാനി ച. ഹേ ലക്ഷ്മണ, പശ്യ, നോക്ക ലക്ഷ്മണ, എന്തൊരു വലിപ്പ ആ യക്ഷിണിക്ക്, അല്ലെങ്കിൽ രാക്ഷസിക്ക്. യക്ഷിണ്യാഹ ഭൈരവം ദാരുണം വപു പശ്യ. ഈ രാക്ഷസി താടകയുടെ പേടിപ്പെടുത്തുന്നതും എല്ലാവരെയും ബോധരഹിതരാക്കുന്നതുമായ പേടിപ്പെടുത്തുന്ന ഈ രൂപം നോക്കൂ ലക്ഷ്മണ. കാണുമ്പോൾ തന്നെ, ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾക്കാർക്കൊക്കെ പേടിച്ച് ബോധം കെടുന്ന അത്രയ്ക്ക് ഭീതിതമാണ്, വികൃതമാണ് അവളുടെ രൂപം.
അതാണ് ഭിദ്യേരൻ ദർശനാദസ്യ ഭീരൂണാം ഹൃദയാനി. ഭീരുക്കളുടെ, പേടിയുള്ളവരുടെ ഹൃദയങ്ങൾ ഇവളെ കാണണതോടുകൂടിയിട്ട് ഭിദ്യേരൻ പൊട്ടിത്തെറിച്ചു പോവും. പേടിച്ച് ഹൃദയം നിൽക്കണ ഒരു അവസ്ഥയുണ്ടാവും. അത്രയ്ക്ക് ഭീമാകാരമായിട്ടുള്ള ഒരു ശരീരം, കയ്യ്, കാല്, നഖം, തലമുടി, മുഖം ഒക്കെ വികൃതം, ഒറ്റപ്പെടുത്തതിനില്ല മനുഷ്യര്. അങ്ങനെയുള്ള വലിപ്പം. ഇതോടൊക്കെ കൂടിയിട്ടാണ് താടക ഓടി ഓടി വരണത്. അങ്ങനെയുള്ള താടകയെ കാണുമ്പോൾ പേടിയുള്ളവരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഹൃദയം പൊട്ടി മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശ്രീരാമൻ ലക്ഷ്മണന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 11ാമത്തെ ശ്ലോകം നോക്കൂ. ഏതാം പശ്യതുരാധർഷാം മായാബലസമന്വിതാം വിനിവൃത്താം കരോമ്യദ്യ ഹൃതകർണാഗ്രനാസികാം. ഇവളെ കണ്ടില്ലേ? ഏതാം പശ്യ, അവൾ എങ്ങനെയുള്ളവളാണ്? ദുരാധർഷാം, മറ്റുള്ളവർക്കൊന്നും അടുക്കാനേ പറ്റില്ല. മറ്റുള്ളവര് ഒരാളെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റാത്തവളും. മാത്രമല്ല, തോൽപ്പിക്കാൻ നോക്കിയാൽ രൂപം മാറിയൊക്കെ വരും. അതാണ് മായാബല സമന്വിതാം. ഇപ്പൊ ഒരു സ്ത്രീ രൂപത്തിലാണ് വരണതെന്നുണ്ടെങ്കിൽ അവളെ ആക്രമിക്കാൻ നോക്കിയാൽ മറ്റേ കാളയായിട്ടോ പോത്തായിട്ടോ പശുവായിട്ടോ അല്ലെങ്കിൽ പറക്കണ പക്ഷിയായിട്ടോ പന്നിക്കൂറ്റനായിട്ടോ ഒക്കെ വന്നിട്ട് നമ്മളെ ആക്രമിക്കും. അങ്ങനെ മായാബലങ്ങൾ ഉള്ളവളാണ്. കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ കാണാനില്ലാതെയാക്കാനൊക്കെ, ശരീരം അങ്ങനെ മായയിൽ ഒളിപ്പിക്കാനൊക്കെ കഴിവുള്ളവളാണ് ഈ മായാരൂപിണിയായിട്ടുള്ള ഈ താടക. അതാണ് മായാബല സമന്വിതാം. മായാബലമുള്ളവള്, അവളെ തോൽപ്പിക്കാൻ പറ്റാത്ത, ആക്രമിക്കാൻ പറ്റാത്ത അങ്ങനെയുള്ള താടകയെ വിനിവൃത്താം കരോമ്യദ്യ, തൽക്കാലം ഞാൻ തിരിച്ചുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. വധിക്കണമെന്ന് ആദ്യമേ തന്നെ രാമൻ പറയണില്ല. വിശ്വാമിത്രൻ പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അവളെ വധിക്കണമെന്ന്. ശ്രീരാമൻ വിശ്വാമിത്രന് വാക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ ആദ്യമേ തന്നെ ഞാൻ അവളെ വധിക്കാം എന്നല്ല ശ്രീരാമൻ പറയണത്. ഒന്ന് പേടിപ്പിച്ചിട്ട്. ആ സ്ത്രീകളെ വധിക്കുക എന്നുള്ളത് അപ്പോഴും തെറ്റ് തന്നെയായിട്ട് ശ്രീരാമന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ഒരു താക്കീത് കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഹൃതകർണാഗ്രനാസികാം, കർണാഗ്രം നാസികാഗ്രം ഒക്കെ ഛേദിച്ചിട്ട്, അതായത് ചെവിയും മൂക്കും ഒക്കെ മുറിച്ചിട്ട്. ഇത് അന്നത്തെ കാലത്ത് ഒരു ശിക്ഷയായിരുന്നു തോന്നുന്നു. ഇത് തന്നെ ശൂർപ്പണഖയ്ക്കും നൽകിയതായിട്ട് നമുക്ക് രാമായണത്തിൽ കാണാൻ പറ്റും. അങ്ങനെ താടകയെ കർണാഗ്രവും നാസികയും ഒക്കെ ഛേദിച്ചിട്ട്, അത് കിട്ടിയാൽ തന്നെ പേടിച്ചോടിക്കോളും. അങ്ങനെ അവളെ തിരിച്ചു വിടാം, തിരിച്ചു പറഞ്ഞയക്കാം എന്നാണ് ശ്രീരാമൻ ആദ്യമേ വിചാരിക്കുന്നത്. അതാണ് വിനിവൃത്താം കരോമി, ഞാൻ അവളെ മടക്കി അയക്കാൻ പോവുകയാണ്. എങ്ങനെ? ഹൃതകർണാഗ്രനാസികാം, മൂക്കും ചെവിയും മുറിച്ചിട്ട് അവളെ തിരിച്ചു വിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം വധിക്കാൻ അപ്പോൾ തീരുമാനിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. 12ാമത്തെ ശ്ലോകം നോക്കാം. നഹ്യേനാമുത്സഹേ ഹന്തും സ്ത്രീ സ്വഭാവേന രക്ഷിതാം വീര്യം ചാസ്യാഗതിം ചൈവ ഹന്യാമിതി മേ മതി. നഹ്യേനാമുത്സഹേ ഹന്തും, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു സ്ത്രീയെ വധിക്കാനുള്ള മനസ്സ് വരുന്നില്ല. ഏനാം ഹന്തും ന ഉത്സഹേ ഹി, ഒരു സ്ത്രീയാണല്ലോ. സ്ത്രീകളെ എപ്പോഴും ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. അത് സഹോദരിയായാലും അമ്മയായാലും ഭാര്യയായാലും ജ്യേഷ്ഠപത്നി ആയാലും ആരായാലും അവരെയൊക്കെ ബഹുമാനിക്കേണ്ടതാണ്. ആ ഒരു അമ്മയിൽ നിന്നാണല്ലോ ഓരോ മക്കളും ജനിച്ചു വളരണത്. അതുകൊണ്ട് അവളെ വധിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നണില്ല. പ്രത്യേകിച്ച് അതാണ് ശ്രീരാമൻ പറയണത്, സ്ത്രീ സ്വഭാവേന രക്ഷിത, അവള് സ്ത്രീയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് രക്ഷപ്പെടുന്നു. എനിക്ക് വധിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ചില പേടിപ്പെടുത്തൽ ശിക്ഷകൾ കൊടുത്തിട്ട് തിരിച്ചയക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. മാത്രല്ല, വീര്യം ചാസ്യ ഗതിം ചൈവ ഹന്യാമിതി ഹി മേ മതി, അവളുടെ വീര്യവും ഈ പടപുറപ്പാടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അല്ലാതെ വധിക്കണം എന്നുള്ളൊരു ചിന്ത ഇപ്പൊ എൻ്റെ മനസ്സിലില്ല. അത് ലക്ഷ്മണനോട് മാത്രമാണ് പറയണത്, വിശ്വാമിത്രനോട് പറയണില്ല. വിശ്വാമിത്രന് വാക്ക് കൊടുത്തത് ഞാൻ താടകയെ വധിച്ചോളാം എന്നാണ്. അതുകൊണ്ട് വീര്യം ചാസ്യ ഗതിം ചെയ്വ, വീര്യം ചാസ്യ ഗതിം ചെയ്വ, അവളുടെ വീര്യവും ഈ ബഹളം വെച്ച ആക്രമണത്തിന് വേണ്ടിയിട്ടുള്ള വരവും ഒക്കെ ഒന്ന് അവസാനിപ്പിച്ച് പേടിപ്പിച്ച് തിരിച്ചു പറഞ്ഞയക്കാം. ന ഹന്യാം ഇതി, അവളെ ഞാൻ വധിക്കുന്നില്ല എന്നാണ് ഞാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടായി? ഏവം ബ്രുവാണേ രാമേതു
താടക ക്രോധമൂർച്ഛിത ഉദ്യമ്യ ബാഹും ഗർജന്തി രാമമേവാഭ്യധാവത. 14 കൂടിയും ചൊല്ലാം. വിശ്വാമിത്രസ്തു ബ്രഹ്മർഷിർ ഹുങ്കാരേണാഭിഭത്സ്യതാം സ്വസ്തി രാഘവയോരസ്തു ജയം ചൈവാഭ്യഭാഷത. ഇപ്രകാരം ശ്രീരാമനും ലക്ഷ്മണനും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏവം ബ്രുവാണേ രാമേതു താടക ക്രോധമൂർച്ഛിത. ആദ്യേ താടകയുടെ വിശേഷണം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ക്രോധമൂർച്ഛിത, ക്രോധം കൊണ്ട്, ദേഷ്യം കൊണ്ട് സമനില തെറ്റിപ്പോയവളായ, വെളിവ് കെട്ടവളായ ആ താടക ബാഹും ഉദ്യമ്യ, കൈ അങ്ങോട്ട് പൊക്കി പിടിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ പേടിയാവും രൂപമൊക്കെ കണ്ടാല്, അവളുടെ പന പോലെയുള്ള കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഗർജന്തി, ഗർജിച്ചുകൊണ്ട് ആക്രമിക്കാനായിട്ട് രാമമേവ അഭ്യധാവത, രാമന്റെ അടുത്തേക്കാണ് ഓടി വന്നത്. രാമനാണല്ലോ ഈ ചെറുഞാണലി മുഴക്കിയത്. അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്, രാമനെ പിടിച്ച് തിന്നാൻ വേണ്ടി കൈ രണ്ടും പൊക്കി രാമന്റെ അടുത്തേക്ക് താടക ഗർജിച്ചുകൊണ്ട് ഓടി വന്നു. അത് കണ്ട് വിശ്വാമിത്രൻ എന്ത് ചെയ്തു? വിശ്വാമിത്രസ്തു ബ്രഹ്മർഷിർ ഹുങ്കാരേണ അഭിഭത്സ്യതാം. വിശ്വാമിത്രൻ ഒരൊറ്റ ഹുങ്കാരം കൊണ്ട് അവളെ തൽക്കാലത്തേക്ക് അവിടെ പിടിച്ചു നിർത്തി. ആദ്യമേ പറഞ്ഞിരുന്നു വിശ്വാമിത്രന് പറ്റാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ യാഗദീക്ഷയിൽ പെട്ടത് കാരണം ഇവരെ ആരെയും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് സത്യം. ഇവിടെ ശ്രീരാമന്റെ അടുത്തേക്ക് ആക്രമണോത്സുകയായിട്ട് വന്ന താടകയെ എന്ത്, നീ ശ്രീരാമനെ ആക്രമിക്കാറായോ എന്നുള്ള ഒരൊറ്റ ഹുങ്കാരം, വാക്കുകളൊന്നുമില്ല, ഈ ഹുങ്കാര ശബ്ദം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ അർത്ഥം വരുന്നതായ ഹുങ്കാരം കൊണ്ട് വിശ്വാമിത്രൻ തന്നെ അവളെ അഭിഭർസ്യ, അഭിഭർസനം ചെയ്യാന്ന് പറഞ്ഞാല് തർജനം എന്നർത്ഥം. അരുത് എന്നുള്ളത് ഒരൊറ്റ ശബ്ദം കൊണ്ട് അവിടെ വിശ്വാമിത്രൻ നടത്തി. അതിനുശേഷം രാഘവയോഹോ സ്വസ്തി ജയം ചെയ്വ അഭ്യഭാഷത. സ്വസ്തി അസ്തു, രാഘവന്മാരെ രണ്ടുപേരെയും സ്വസ്തി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും അവർക്ക് ജയമുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നർത്ഥം. അതായത് താടകയെ വധിക്കാനുള്ള എല്ലാ ശക്തിയും വിശ്വാമിത്രൻ കുട്ടികൾക്ക് പകർന്നു കൊടുത്തു എന്നാണ് പറയണത്. നമുക്ക് ശ്ലോകങ്ങള് ഒന്നുകൂടി ചൊല്ലി നോക്കാം. തം ശബ്ദമഭിനിധ്യായ രാക്ഷസീ ക്രോധമൂർച്ഛിത ശ്രുത്വാ ചാഭ്യദ്രവത് ക്രുദ്ധ യത്ര ശബ്ദോ വിനിസൃത താം ദൃഷ്ട്വാ രാഘവ ക്രുദ്ധാം വികൃതാം വികൃതാനനാം പ്രമാണേനാതിവൃദ്ധാം ച ലക്ഷ്മണം സോഭ്യഭാഷത. പശ്യ ലക്ഷ്മണ യക്ഷിണ്യാ ഭൈരവം ദാരുണം വപു ഭിദ്യേരൻ ദർശനാദസ്യ ഭീരൂണാം ഹൃദയാനി ച ഏതാം പശ്യ ദുരാധർഷാം മായാബലസമന്വിതാം വിനിവൃത്താം കരോമ്യദ്യ ഹൃതകർണാഗ്രനാസികാം നഹ്യേനാമുത്സഹേ ഹന്തും സ്ത്രീ സ്വഭാവേന രക്ഷിതാം വീര്യം ചാസ്യാഗതിം ചൈവ ഹന്യാമിതി ഹി മേ മതി. ഏവം ബ്രുവാണേ രാമേതു താടകാ ക്രോധമൂർച്ഛിത ഉദ്യമ്യ ബാഹും ഗർജന്തി രാമമേവാഭ്യധാവത. വിശ്വാമിത്രസ്തു ബ്രഹ്മർഷിർ ഹുങ്കാരേണാഭിഭർസ്യതാം സ്വസ്തി രാഘവയോരസ്തു ജയം ചൈവാഭ്യഭാഷത. അതായത് താടകയെ വധിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് യുദ്ധം ചെയ്യാൻ ഒന്ന് മടിച്ചപ്പോഴേക്കും രാഘവന്മാരെ അതായത് ശ്രീരാമനെയും ലക്ഷ്മണനെയും വധിക്കാൻ ഒരുമ്പെട്ടുകൊണ്ടാണ് താടക വന്നത്. അപ്പോ വിശ്വാമിത്രൻ പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല, വധിക്കൂ അവളെ എന്ന് പറയണത് കേട്ട് താടകയെ വധിക്കുന്നതൊക്കെ അടുത്ത ദിവസം നമുക്ക് കാണാം. നല്ല വീരരസപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.